വെട്ടി ചെറുതാക്കാൻ ഈ MO2 ജെട്ടി പ്രതിഭാഗം അഭിഭാഷകൻ ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടുപോയി എന്നുള്ള വിവരം മനസ്സിലാക്കിയെങ്കിലും താങ്കൾ പുറത്തുവിട്ട അത് കണ്ടപ്പോഴാണ് ഇദ്ദേഹം ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ആ നെടുമങ്ങാട് കോടതിയിലെ കുറേ ഡോക്യുമെൻസുമായിട്ട് വന്നതാണ് ഇതിൻ്റെ ടേണിംഗ് പോയിന്റ്. സുപ്രീം കോടതിയെ സമീപിക്കാൻ ശ്രമിക്കുന്നു, വൈഫിന്റെ താലുമാല വിറ്റുകൊണ്ട്. വിറ്റുകൊണ്ട്. അതെന്ന് പറഞ്ഞാൽ എത്ര രൂപ കിട്ടിയിരുന്നു? എനിക്ക് തോന്നുന്നു ഒരു 12,000 12,500 അങ്ങനെ. ഈ വിധി വന്ന ശേഷം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ എൻ്റെ വൈഫിനോട് ചോദിച്ചു, ശരിയാണോ അച്ഛൻ അമ്മയുടെ മാല വിറ്റാണോ ഇത് പോയത്? ജെട്ടി കേസിൻ്റെ കാണാപ്പുറങ്ങൾ തേടിയൊരു ജേണി അത് ആരെങ്കിലുമായിട്ട് നടത്തണം. അതിന് പറ്റിയ ഒരു ആളെ ഞാൻ കണ്ടെത്തുമെന്ന് എനിക്ക് തോന്നി. അത് താങ്കളായിരുന്നു. തൊണ്ടിമുതൽ തിരുമറി കേസിലെ വിധി വന്ന ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചർച്ചയിൽ നമ്മൾ ഒന്നിച്ച് പങ്കെടുക്കുമ്പോൾ ഞാനൊന്ന് പറഞ്ഞു, ഇത്ര കാലം KK ജയമോഹൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും ഒരൊറ്റ ഫോട്ടോ, ഒരു സ്റ്റില്ല് പോലും കിട്ടാനുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. താങ്കൾ ഒരിക്കലും ഒരു കാലത്ത് ക്യാമറ ഡോബിൽ ഇങ്ങനെ പെർഫോം ചെയ്തിട്ടുള്ള ആളല്ല. പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി 2 ദിവസമായിട്ട്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ പലവട്ടം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി KK ജയമോഹന് സമാധാനമായിട്ട് ഉറങ്ങാം എന്ന് പറഞ്ഞു. ശരിയാണോ? ഈ ദിവസങ്ങളിൽ ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? അനിൽ, സത്യം പറഞ്ഞാൽ ഈ ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറക്കം കിട്ടാഞ്ഞ കുറേ ദിനങ്ങളെക്കുറിച്ച് ഞാൻ ഈയിടെയായിട്ട് ഓർക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ തൊണ്ടിമുതൽ കേസിൻ്റെ ആദ്യത്തെ അപ്പീൽ, അതായത് ഹൈക്കോർട്ടിൽ പ്രതിഭാഗം അപ്പീൽ സമർപ്പിച്ച് അതിൻ്റെ വിധി വന്ന സമയം എനിക്ക് തോന്നുന്നു 91 അവസാന കാലമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അവസാന കാലം തുടക്കം അതില്ല, ആ സമയത്തെങ്ങാണ്ടാണ് ആ വിധി വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതൊരു ഇടിത്തി പോലെയാണ് ഈ വിധി വന്നത് എന്നെ സംബന്ധിച്ച്. എന്ന് വെച്ചാൽ ഞാൻ തികച്ചും അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഇങ്ങനെയൊരു വിധി വരാൻ, ഇത് ഇവിടെ നിന്ന് ശിക്ഷിച്ചു പോയി 10 വർഷം തടവും 1,00,000 രൂപ പിഴയും ശിക്ഷിച്ച് ഇവിടെ നിന്നെല്ലാം പൊയ്ക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതേപ്പറ്റി ഞാനൊന്നും കേൾക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ ഒരു മറിച്ചുള്ളൊരു വിധി അപ്പീൽ പോയാൽ പോലും വരുമെന്ന് എനിക്ക് എൻ്റെ സങ്കല്പത്തിലില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. അതെ, ആ സമാധാനത്തിൽ വളരെ ഇതായിട്ട് ഞാൻ എൻ്റെ നോർമൽ റൊട്ടീനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ വിധി വരുന്നത്. മാതൃഭൂമി പത്രത്തിലാണ് മെയിനായിട്ട് വന്നത്. മനോരമയിലോ മറ്റ് പത്രങ്ങളിൽ ഇത് അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാതൃഭൂമി പത്രത്തിൽ വന്ന വിധി എന്നോട് ആരോ വിളിച്ച ഫോൺ മുഖാന്തരം, അന്ന് ഇതുപോലെ മൊബൈൽ ഫോൺസൊന്നും ഇല്ലാത്ത കാലമായിരുന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞ്, അങ്ങനെ ഞാൻ മാതൃഭൂമി പത്രം സംഘടിപ്പിച്ച് വായിച്ച് നോക്കിയപ്പോഴാണ് ഒരു 4 കോളം ന്യൂസ്, ഒരു വലിയ ന്യൂസാണ്. ആൻഡ് എക്സ്ട്രീംലി ഡാമേജിങ് എന്നെ സംബന്ധിച്ച്. ആസ് എ പോലീസ് ഓഫീസറിന് ഒരു സഹിക്കാൻ പറ്റുന്ന, അതെ, സഹിക്കാൻ പറ്റാത്ത തരത്തിൽ ബാഡായിട്ടുള്ളൊരു ന്യൂസ്. സത്യം പറഞ്ഞാൽ തകർന്നുപോയി. ആ സമയത്ത് തികച്ചും ഉറക്കം കിട്ടാത്ത ദിനങ്ങൾ തന്നെയായിരുന്നു. നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇക്കാര്യത്തിൽ കോൺസ്റ്റന്റ് കോൺടാക്റ്റിൽ ഇരിക്കുന്നെങ്കിൽ പോലും ഈ വിധി വന്നിരുന്നതിന് തൊട്ടടുത്ത ശേഷമൊക്കെ ആയിട്ട് ഞാനും മനസ്സിലാക്കുന്നത് ഇത്രയും വർഷങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു പ്രഷർ, ഒരു ഉള്ളിലൊരു വിങ്ങലായിരുന്നു ഇതെന്നുള്ളത്. അതിന്റെ സിവിയറിറ്റി എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നേരിട്ടൊന്നും ഇൻവോൾവ് ആയില്ല, ആരോടും തിരക്കാനൊന്നും പോയില്ലെങ്കിലും അപ്ഡേറ്റഡ് ആയിരുന്നു താങ്കൾ. അവിടെയാണ് ഞാൻ 2 കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ചിരുന്നു. വളരെ സൂക്ഷ്മതയോടെ ഇതിൽ എങ്ങനെയായിരിക്കാം ഈ തിരിമറി സംഭവിച്ചത് എന്ന് തിരക്കുക. ഇതെങ്ങനെ സംഭവിച്ചിരിക്കാം? എനിക്കറിയാവുന്ന പല അഡ്വക്കേറ്റ്സിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ അഭിപ്രായം ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ സംഭവിച്ചിരിക്കാം. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏതാണ്ട് ചില ഐഡിയാസും ചില ഇതൊക്കെ എനിക്ക് കിട്ടി. അതിൽ നിന്ന് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി ഇത് വെട്ടിച്ചെറുതാക്കിയതാണ്. അതൊക്കെ വളരെ ശേഷമാണ് പക്ഷേ എന്നെനിക്ക് മനസ്സിലായി. അതോടൊപ്പം അപ്പോഴും ഒന്നും പിടികിട്ടാത്ത ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് എന്താണ്, ഈ വെട്ടിച്ചെറുതാക്കാൻ ട്രയൽ നടക്കുന്നതിന് മുമ്പ് ഈ MO2 ജെട്ടി പ്രതിഭാഗം അഭിഭാഷകൻ ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടുപോയി എന്നുള്ള വിവരം അത് എനിക്ക് വളരെ ശേഷം ഞാൻ ഏതാണ്ട് മനസ്സിലാക്കിയെങ്കിലും താങ്കൾ പുറത്തുവിട്ട അത് കണ്ടപ്പോഴാണ് എന്തൊരു വലിയ എവിഡൻസാണ് ഈ സാധനത്തിൽ. ഇതെങ്ങനെ ഒരു മനുഷ്യന്
ഇത്രയുമൊക്കെ ഉള്ള ഇത് ഒരു പോലീസ് ഓഫീസർക്ക് കണ്ണടക്കാൻ കഴിയുന്നതിനെതിരെ 2002 ഇത് ഇത്രയുമൊക്കെ ഇതുള്ള ഒരു കേസ് എങ്ങനെ എഴുതി തള്ളി അവസാനിപ്പിക്കാൻ കഴിയും? അതും അതിനിടയിൽ ഇന്റർപോളിന്റെ ലെറ്റർ വന്നിട്ടുണ്ട്, നമുക്ക് വിശദീകരിച്ചു കഴിഞ്ഞു പറയാം. ഇത്രയധികം തെളിവുകളെല്ലാം ഉള്ളപ്പോഴും ഇതെല്ലാം മൂടി വെച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ താങ്കൾ അപ്ഡേറ്റ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാനത് ഞെട്ടിപ്പോയി. കാരണം ഞാൻ ആദ്യം വരുമ്പോൾ പോലും ഇതിനെക്കുറിച്ചൊന്നും കാര്യമായി എന്നോട് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ താങ്കൾ തുറന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ഞെട്ടിയത്. ഈ പറഞ്ഞ പോലെ ഈ രേഖയുടെ ഗൗരവവും പക്ഷെ താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങളും ഒക്കെ അറിയുമ്പോൾ. അന്ന് ഞാൻ ആദ്യം പല മാധ്യമപ്രവർത്തകരുമായിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് വന്നില്ല സഹകരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. ആ ഘട്ടത്തിലാണ് താങ്കൾ വന്നപ്പോഴും ഞാൻ ആദ്യം താങ്കൾക്ക് ഒരുപക്ഷെ തോന്നിക്കാണും ഞാൻ നിങ്ങളോട് വളരെ അത്ര ഒരു ലേശം ഇൻഡിഫറൻസോടെയാണ് തീർച്ചയായിട്ടും. പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യവും ഇദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നെടുമങ്ങാട് കോടതിയിലെ കുറേ ഡോക്യുമെൻസുമായിട്ട് വന്നതാണ് ഇതിൻ്റെ ടേണിംഗ് പോയിൻറ്റ്. അവിടെയാണ് താങ്കൾ എന്നെ കൺവിൻസ് ചെയ്തത് ദാറ്റ് യു ആർ സീരിയസ്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ. അതെന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് വിവരാവകാശ രേഖ കൊടുത്ത ഒരു ഓഫീസിൽ പോയി ഒരു കടലാസ് മേടിക്കാൻ എന്നാ പാടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഗംഭീര പാടാണ് സത്യത്തിൽ. ഇത് അതിനേക്കാൾ പാടായിരുന്നു. അപ്പോൾ കോടതിയിൽ നിന്ന് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് അതിലേറെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. വിവരാവകാശം പറ്റില്ലല്ലോ. അതെ അവിടെ അത് പറ്റില്ല. അപ്പോൾ അത് എങ്ങനെ സംഘടിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ അതിശയമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വളരെ സീരിയസ് ആയിട്ട് ശ്രമിക്കുന്ന ഒരാളിന് മാത്രം ഒരുപക്ഷെ താങ്കൾക്ക് അങ്ങനെയുള്ള സോഴ്സസോ എന്താണെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെയോ താങ്കൾ സംഘടിച്ചു അത്. അപ്പോൾ ആ സംഘടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ദാറ്റ് ആക്ച്വലി ഐ വാസ് ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ എ പേഴ്സൺ. ഇങ്ങനത്തെ ഒരു മാധ്യമപ്രവർത്തകനെയോ ഒരു നല്ല അഭിഭാഷകനെയോ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ഇത് ടേക്കപ്പ് ചെയ്യാൻ പറ്റിയ ഒരാളിനെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. അതൊരു വലിയൊരു തിരിച്ചറിവാണ് എന്നെ സംബന്ധിച്ച്. ഇത് എന്നോട് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഈ വർഷങ്ങളെല്ലാം ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇതിന് കുറേയൊക്കെ ഡിലേ വന്നാലും സാരമില്ല, ഒരുപക്ഷെ ഇത് കോടതിയിൽ നിന്ന് ഞാൻ അതുപോലും ചിന്തിച്ചു ഈ കേസ് കുഴിച്ചു മൂടപ്പെട്ടാലും സാരമില്ല. പക്ഷേ അതിനുശേഷവും ഇപ്പോൾ കാണുന്ന ജെട്ടി കേസിൻ്റെ കാണാപ്പുറങ്ങൾ തേടിയൊരു ജേണി അത് ആരെങ്കിലുമായിട്ട് നടത്തണം. അതിന് പറ്റിയ ഒരു ആളെ ഞാൻ കണ്ടെത്തുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് താങ്കളായിരുന്നു. ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് 2022 കാണാൻ വരുമ്പോൾ മകനെ കണ്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവർക്കൊന്നും അന്ന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. സാർ ഇത്തരം പ്രശ്നമൊന്നും വീട്ടിലേക്ക് അധികം കൊടുത്തിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ അവരുടെ റെസ്പോൺസ് എന്താണ്? മനസ്സിലായിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓഫീസിലുള്ള ഒരു കാര്യവും ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്യാറില്ലാത്ത ഒരാളായിരുന്നു. ഓഫീസിലെ പ്രത്യേകിച്ച് ഞാൻ അന്വേഷിക്കുന്ന കേസുകൾ കാര്യം അതൊക്കെ ഒരാവശ്യമില്ലാത്ത ഭയമോ ആശങ്കയോ ഒക്കെ വീട്ടുകാർക്കുണ്ടാവാൻ ഇടയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നാൽ ഞാൻ തികച്ചും വീടും ഇതുമായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകുമ്പോഴോ ഒന്നും ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യത്തില്ല. അതാണ് അഫ്കോഴ്സ്. പക്ഷേ ഇപ്പോൾ ഇത് വരുമ്പോൾ അവരുടെയൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെ, അവരിപ്പോഴാണത് തിരിച്ചറിയുന്നത്. ഇത്രയൊക്കെ ഒരു സെൻസേഷണലായിരുന്നു, ഇത്രയൊക്കെ ഒരു ബുദ്ധിമുട്ട് സഹിച്ചിരുന്നു എന്നൊക്കെ അവർക്കത് സത്യത്തിൽ. പിന്നീട് സ്വന്തം നിലയ്ക്ക് താങ്കൾ 2 വഴികൾ നോക്കി. ഒന്ന് ഹൈക്കോടതി വിജിലൻസിന് പരാതി നൽകുന്നു, കൂടാതെ അടുത്തതാണ് ഏറ്റവും പ്രധാനം, സുപ്രീം കോടതിയെ സമീപിക്കാൻ ശ്രമിക്കുന്നു. വൈഫിന്റെ താലിമാല പണയം വെച്ചുകൊണ്ട്. എക്സാക്ട്ലി, വിറ്റുകൊണ്ട്. അതെന്ന് പറഞ്ഞാൽ എത്ര രൂപ കിട്ടിയും? അന്ന് 5.5 പവൻ്റെ മാല വിറ്റപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 12,000 12,500 അങ്ങനെ എക്സാക്റ്റ് എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല. കാര്യം ഇന്നത്തെ ഒന്നും വില വളരെ തുച്ഛമായ വില. ഉറക്കം പോയി. കാര്യം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നമ്മുടെ സാലറി എന്നൊക്കെ പറയുന്നത് ഈ ലക്ഷക്കണക്കിന് ശമ്പളമൊക്കെ വരുന്നത് പിന്നീടാണ്. അന്ന് പക്ഷേ അതുകൊണ്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ടൊക്കെ ജീവിക്കാൻ അത് മതി. അന്ന് ഞാനും വൈഫും ഒരു മോനും മാത്രമേ ഉള്ളൂ. നമ്മുടെ ചുരുങ്ങിയ ആവശ്യങ്ങൾ മീറ്റ് ചെയ്ത് പോകാൻ അതൊക്കെ മതി. പക്ഷേ എങ്കിലും അതിൽ നിന്ന് നമുക്ക് വലിയ നീക്കിയിരിപ്പുകൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ
അത്രയും പൈസ കയ്യിലുള്ള 5.5 പവൻ കളയാണ്. അതെ കളഞ്ഞ്. ഞാൻ അതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തെ നമ്മുടെ അന്നത്തെ അഡ്വക്കേറ്റിനെ മറ്റൊരാൾ വഴി പരിചയപ്പെട്ടിട്ട് പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് സുപ്രീം കോടതി കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവുള്ള കാര്യമാണ്, പക്ഷേ നിങ്ങൾക്ക് ഞാൻ 25,000 രൂപയ്ക്ക് ഇത് നടത്തിത്തരാം. ഇത് അത്രയും രൂപയുടെയൊക്കെ ചിലവ് അവിടെ ഉണ്ട്, അതുകൊണ്ട് അത്രയും വേണമെന്ന് തോന്നുന്നു. അത് കേട്ടപ്പോൾ ആ എമൗണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു വലിയ തുകയായിരുന്നു അന്ന്. അപ്പോൾ അത് ഞാൻ സംഘടിച്ച് ഞാനും എൻ്റെ ബ്രദറും കൂടെ, കൊച്ചിയിൽ താമസിക്കുന്ന എൻ്റെ ബ്രദറും കൂടെ, അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഹീറോ മോട്ടോർ സൈക്കിളിൽ ഞങ്ങൾ രണ്ടും കൂടെ പോയി ജഡ്ജസ് അവന്യൂയിൽ പോയി അവിടെ താമസിച്ചിരുന്ന വക്കീൽ അദ്ദേഹത്തെ കണ്ട് ഈ പൈസ ഏൽപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ വിധി വന്ന ശേഷം വൈഫുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോ? ഈ മാല വിറ്റ് ഈ കേസ് നടത്തേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് സംസാരിച്ചോ? സംസാരിക്കേണ്ടി വന്ന് ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ എൻ്റെ വൈഫിനോട് ചോദിച്ചു, ശരിയാണോ അച്ഛൻ അമ്മയുടെ മാല വിറ്റാണോ ഇത് പോയത്? അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടായിരുന്നു. അത് മക്കളെന്ന് വന്ന് ഇത് തിരിച്ചറിയാൻ പറ്റുന്ന പ്രായത്തിലല്ല. മക്കളെന്ന് പറഞ്ഞാൽ അന്ന് മകൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് മകളുണ്ടാകുന്നത് മകൻ ജനിച്ച് പിന്നെയും ഒരു 7-7.5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അന്ന് മകൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കഥ ഇപ്പം രണ്ടുപേരും കേൾക്കുന്നുണ്ടല്ലോ.